വിവോയുടെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു പ്രാവശ്യം കസ്റ്റമർ ഏതോ ഒരു ഷോപ്പിൽ കൊടുത്ത് ഡിസ്പ്ലേ മാറിയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഇത് ഓട്ടോ ടച്ച് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കസ്റ്റമർ ആ ഷോപ്പിൽ കൊണ്ട് തിരിച്ചു കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇതിൻ്റെ മദർ ബോർഡ് ബെൻഡാണ്, അതാണ് ഓട്ടോ ടച്ച് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നാൾ എങ്ങനെയൊക്കെയോ കസ്റ്റമർ ഇത് ഉപയോഗിച്ചിട്ടാണ് നേരെ ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ഇത് മാറാൻ വേണ്ടി വന്നു. ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു ഇന്നോലെ മദർ ബോർഡ് മാറണം, അതിൻ്റെ ഫ്രെയിം മാറണം, എന്നാലൊക്കെ ഇവിടെ റെഡി ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിന് ഒത്തിരി പൈസ ആവും എന്നൊക്കെ പറഞ്ഞാണ് അവർ വിട്ടതെന്ന്. എന്തായാലും ഞാനത് അഴിച്ചു നോക്കുക. കാരണം ഇനിയിപ്പം പുള്ളി പറഞ്ഞത് ശരിയാണോ നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും നമുക്ക് ഡിസ്പ്ലേ മാറാണ്ടി വന്ന സാധനം നമ്മൾ ഡിസ്പ്ലേ മാറി കൊടുക്കാമെന്നുള്ള കേസ് കിട്ടേ ഉള്ളൂ. ഞാൻ അഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഇതിനൊരു ബെൻഡോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഞാനൊരു ടെക്നീഷ്യനെ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാനും ടെക്നീഷ്യനാണ്. എന്തായാലും ഇതിനകത്ത് ബെൻഡും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഡിസ്പ്ലേ പുതിയത് ഇട്ട് നോക്കിയാലേ അവസ്ഥ അറിയാൻ പറ്റത്തുള്ളൂ. പുള്ളി പറയുന്നത് ശരിയാണോ എന്തോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും പഴയ ഡിസ്പ്ലേ ഇളക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ അടിയിൽ സ്ട്രിപ്പേൽ ഒരു ടേപ്പ് ഒട്ടിക്കുമായിരുന്നു ഈ പ്രശ്നം തീർന്നതിനെ. അതാണ് ഈ ഓട്ടോ ടച്ച് വരാനുള്ള കാരണം. എൻ്റെ നിഗമനം അങ്ങനെയാണ്. ഇനിയിപ്പം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. എന്തായാലും ടേപ്പ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. ഞാൻ ടേപ്പ് ഒട്ടിച്ചാണ് സാറിന് കൊടുക്കാറുള്ളത്. എൻ്റെ ഫ്രെയിമിനും ബെൻഡും കാര്യങ്ങളും ഒന്നും ഞാൻ കാണുന്നില്ല. ഈ പറഞ്ഞ 2 സാധനത്തിനും ബെൻഡില്ല. ആ ടെക്നീഷ്യൻ പറഞ്ഞ ഈ 2 സാധനത്തിനും ബെൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ പുതിയ ഡിസ്പ്ലേ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സേഫായിട്ട് ഇട്ട് നോക്കണം. അതിന് മുമ്പൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒട്ടിക്കാതെ ഒന്നിട്ട് ഫ്രെയിമിലിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഓട്ടോ ടച്ച് മാറ്റാം. ഇത് മിക്ക ടെക്നീഷ്യന്മാർക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഫ്രെയിമൊക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് നമ്മൾ ഗമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ എല്ലാം ഒട്ടിച്ച് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് ഇത് പക്കയാണ്. ഇപ്പം ഓടിയും കളിക്കുന്നില്ല, ചാടിയും കളിക്കുന്നില്ല, പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രെയിമിനൊന്നും ഒരു ബെൻഡും ഇല്ല. മദർ ബോർഡ് മാറേണ്ടി വന്നില്ല, ഫ്രെയിമും മാറേണ്ടി വന്നില്ല, ആ ഡിസ്പ്ലേ മാത്രം മാറേണ്ടി വന്നു. അതെന്ന് പറഞ്ഞാൽ പൊട്ടലും ടച്ച് കറക്റ്റായിട്ട് പിടിക്കാതെ വന്നതിൻ്റെ പേരിലാണ് മാറിയത്. എന്തായാലും സാധനം നീറ്റായിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാം അബദ്ധം പറ്റാറുണ്ട്. അതുകൊണ്ട് ആരും നമ്മൾ കുറ്റം പറയുന്നതല്ല. നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തിയിട്ട് വേണം നമ്മൾ ആ ഫോൺ കസ്റ്റമറിന് കൊടുക്കാൻ. എന്നാലും അവർ ഹാപ്പി ആവുള്ളൂ.